വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് ചെയ്യാൻ പോണത്. ആക്ച്വലി ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട്, കൊള്ളാവോ? ഞാൻ ആദ്യം തന്നെ നിങ്ങളെ എൻ്റെ ഫൈനൽ ലുക്ക് കാണിച്ചു തന്നതാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് എങ്ങനെ എത്തി എന്നുള്ള സ്റ്റെപ്പ് വൈസ് ആയിട്ടുള്ള വീഡിയോസ് പുറകെ വരുന്നുണ്ട്. സ്റ്റേ ട്യൂൺ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ബാ. ആദ്യം നമുക്ക് മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കാം. അക്വാളജിക്കയുടെ മോയ്സ്ചറൈസറാണ് ഞാൻ യൂസ് ചെയ്യണത്. ഇതിൽ പപ്പായ, വിറ്റാമിൻ സി എല്ലാം അടങ്ങിയ മോയ്സ്ചറൈസറാണ്. എൻ്റെ സ്കിൻ ടൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓയിലി ടു ഡ്രൈ സ്കിന്നാണ്. ചില സമയത്ത് ഓയിലി ആയിരിക്കും, ഈ തണുപ്പിൻ്റെ സമയമൊക്കെ വരുമ്പോൾ ഭയങ്കരമായിട്ട് ഡ്രൈ ആവും. അപ്പം ഞാനിതിപ്പോൾ കുറച്ച് നാളായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളൂ. നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. നല്ല മോയ്സ്ചറൈസറാണ്. ഇത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിങ്ങനെ ഓയിലി ആയിട്ടൊന്നും ഇരിക്കുകയൊന്നുമില്ല. ജെൽ ബേസ്ഡ് മോയ്സ്ചറൈസറാണ്. നല്ല മോയ്സ്ചറൈസർ, എനിക്കിഷ്ടം. അപ്പോൾ ആദ്യം കുറച്ച് മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കുക. എന്നിടുമ്പോഴും നമ്മൾ കഴുത്തിലും കൂടി ഇടണം. അടുത്തത് സൺസ്ക്രീൻ. ഞാനൊരു അക്വാളജിക്കയുടെ തന്നെ സൺസ്ക്രീനാണ് യൂസ് ചെയ്യണത്. ഇതിനകത്ത് SPF 50+, PA+++, UVA, UVB പ്രൊട്ടക്ഷൻ, അങ്ങനെ എല്ലാം ഉണ്ട്. സൺസ്ക്രീൻ ഇട്ടാതെ ഒരു ലൈഫില്ല നമുക്കാർക്കും. കാരണം ഇപ്പോഴത്തെ കാലാവസ്ഥക്ക് അനുസരിച്ച് സൺസ്ക്രീൻ ഇടാതെ പുറത്തു പോയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ സ്കിന്നിനോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ദ്രോഹമാണ്. അപ്പം അത് കാരണം സൺസ്ക്രീൻ മുഖ്യം. അപ്പോൾ കുറച്ച് സൺസ്ക്രീൻ ഇടാം. ഞാനങ്ങനെ അധികം മേക്കപ്പ് ഒന്നും ചെയ്യാറില്ല. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഞാൻ പർപ്പിളിൽ നിന്ന് വാങ്ങിച്ചതാണ്. നാട്ടിലേക്ക് വന്നതിന് മുന്നേ തന്നെ വാങ്ങിച്ചതാണ്. അപ്പോൾ നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുക. സൺസ്ക്രീൻ ഇടുന്നത് സൺസ്ക്രീൻ നന്നായിട്ട് അധികം വൈറ്റ് കാസ്റ്റ് ഒന്നും ഇല്ല, നല്ല സൺസ്ക്രീനാണ്. ഈ അക്വാളജിക്കയുടെ ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് ഇതൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളൂ. പണ്ട് ഇന്നതൊന്നുമില്ലായിരുന്നു, കാണുന്നത് വാങ്ങിച്ച് യൂസ് ചെയ്യും. അടുത്തത് ഐബ്രോ ആണ്. ഞാനങ്ങനെ കണ്ണെഴുതാറില്ല. കാരണം എനിക്ക് ഐലൈനറിൻ്റെ ആവശ്യമൊന്നുമില്ല. കണ്ണെഴുതൂല, പണ്ട് തൊട്ടേ കണ്ണെഴുതൂല, എന്താണെന്നറിയില്ല. കണ്ണ് അങ്ങനെ എഴുതാറില്ല. പക്ഷേ ഐബ്രോ മുഖ്യം. കാരണം എനിക്ക് ഈ ഒരു സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും കുറച്ച് ഐബ്രോസ് ഇതാണ്. അപ്പം ഞാൻ ജസ്റ്റ് അവിടെ ഒന്ന് ഇതായി കൊടുക്കും. ഞാനൊരു ബ്രൗൺ ഷെയ്ഡുള്ള ഐബ്രോ ആണ് യൂസ് ചെയ്യണത്. പണ്ട് ഇതിലും കഷ്ടമായിരുന്നു. ഇത്രയും കൂടെ ഉണ്ടായിരുന്നില്ല. അപ്പം എന്തില്ലെങ്കിലും എവിടെ പോയാലും ഏതെങ്കിലും ഒരു ഐബ്രോ പെൻസിൽ എൻ്റെ ബാഗിലുണ്ടാവും. ഇതില്ലാതെ ഞാനൊരു സ്ഥലത്തും പോകില്ലായിരുന്നു. അപ്പം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് ഇങ്ങനെ കൊടുക്കും. അടുത്തത് ലിപ് ബാം. ഞാൻ വിഷ് കെയറിൻ്റെ ലിപ് ബാമ യൂസ് ചെയ്യണം. ബീട്രൂട്ട് ലിപ് ബാം. നല്ല ലിപ് ബാമ. കുറച്ചാളായി ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്, തീരാറായി. ഇതൊക്കെ ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. ഇവിടെ വന്നിട്ടൊന്നും വാങ്ങിക്കേണ്ട വന്നിട്ടില്ല. കാരണം അങ്ങനെ അധികം പുറത്തേക്കൊന്നും പോകാറില്ല. അപ്പം അത് കാരണം പുറത്തേക്ക് പോകുമ്പോൾ മാത്രമേ ഇതൊക്കെ യൂസ് ചെയ്യാറുള്ളൂ. വീട്ടിലടക്കുമ്പോൾ അങ്ങനെയൊന്നും ഇതൊന്നും ഇടാറില്ല. അപ്പം അത് കഴിഞ്ഞിട്ട് ലിപ് ബാം ഇട്ട് കൊടുക്കാം. നല്ല ലിപ് ബാമ. ഇതിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ഒന്ന് പിടിച്ചിരിക്കാം. കാരണം ലിപ്സ്റ്റിക്കൊക്കെ ഇല്ലാത്ത സമയത്താണെങ്കിലും കുറച്ച് റെഡിഷ് ഉണ്ട് നമ്മുടെ ചുണ്ടിൽ. അതിൻ്റെ ആ ഒരു ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട ഫീൽ നമുക്ക് തരും. നല്ല ലിപ് ബാമ. പിന്നെ ഇതുകൊണ്ട് എനിക്ക് കുറേ ചുണ്ട് എൻ്റെ ഭയങ്കരമായിട്ട് ഡാർക്കായിരുന്നു ഒരു സമയത്ത്. പുറത്തൊക്കെ പോകുമ്പോൾ നമ്മൾ വെയിലൊക്കെ അടിച്ച് നമ്മൾ ഫേസിന് ടാൻ അടിക്കണ പോലെ നമ്മുടെ ചുണ്ടിനും ടാൻ അടിക്കും. അപ്പോൾ അതിൽ നിന്നൊക്കെ കുറച്ച് വ്യത്യാസം വരാനായിട്ട് എനിക്ക് ഈ ലിപ് ബാം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നല്ല ലിപ് ബാമ. ഇതും ഞാൻ പർപ്പിളിൽ നിന്ന് തന്നെ വാങ്ങിച്ചതാണ്. ഇനിയാണ് ലാസ്റ്റ് ലിപ്സ്റ്റിക്ക്.
ഇത് എൻവൈബയുടെ ലിപ്സ്റ്റിക്കാണ്. ഇതും പർപ്പിളിൽ നിന്ന് തന്നെ വാങ്ങിച്ചതാണ്. ഞാനങ്ങനെ അധികം പുറത്ത് പോകുമ്പോൾ മാത്രമേ ലിപ്സ്റ്റിക്കൊക്കെ യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ തീർന്നിട്ടില്ല. ഇതെല്ലാം നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. ഇവിടെ വന്നിട്ടൊന്നും വാങ്ങിച്ചിട്ടില്ല. ലിപ്സ്റ്റിക്കൊന്നും അധികം നാൾ യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറയും. പക്ഷേ അങ്ങനെ നോക്കാറില്ല. കാരണം നമുക്ക് ചേരുന്ന ലിപ്സ്റ്റിക്ക് എപ്പോഴും കിട്ടണമെന്നില്ലല്ലോ. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനിപ്പോൾ ഇതാണ് യൂസ് ചെയ്യണത്. നല്ല ഷെയ്ഡാണ്. എനിക്ക് ഇതിട്ട് കഴിയുമ്പോൾ കുറച്ച് ഒരു ബ്രൈറ്റ്നെസ് വന്ന പോലെയൊക്കെ തോന്നാറുണ്ട് ഫേസിന്. ഇതൊക്കെ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അറിയാൻ പാടില്ല. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും വേറെ അറിയില്ല. ഞാൻ പർപ്പിളിൽ നിന്ന് കണ്ടപ്പോൾ വാങ്ങിച്ചതാണ്. എൻവൈബയുടെയാണ്. സെറം ലിപ്സ്റ്റിക്കാണ്. നല്ല ലിപ്സ്റ്റിക്കാണ്. അപ്പോൾ ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ അധികം ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കൂല. ജസ്റ്റ് അന്നിങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുള്ളൂ. അടുത്തത് ഒരു പൊട്ടാണ്. പൊട്ടില്ലാതെ ഒരു ലൈഫില്ലല്ലോ. ചെറിയ പൊട്ട്. അപ്പോൾ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് സാരി എടുക്കാം. ഞാൻ ഇന്ന് ഗെറ്റ് റെഡി വിത്ത് മീയിൽ സാരിയാണ് എടുക്കാൻ പോണത്. ഇതാണ് എൻ്റെ. നമുക്ക് ഉടുത്തിട്ട് കാണാം. അപ്പോൾ സാരി എടുത്തു കഴിഞ്ഞു. ഇനി ഇതിൽ ഏത് ഇയറിങ്സ് വേണം? ഇത് വേണോ ഇത് വേണോ? ഇത് കൊള്ളാമല്ലേ? അത് നമുക്ക് ഇയറിങ്സ് ഇടാം. അപ്പോൾ കഴിഞ്ഞു. ഇനി അടുത്തത് ഹെയർ സെറ്റ് ചെയ്യലാണ്. വേറെ അധികം ഹെയർ സ്റ്റൈലൊന്നും അറിയില്ല. അപ്പം കാരണം ഞാൻ മുടി കെട്ടി വെച്ചിട്ട് ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ കുറച്ചിങ്ങനെ വലിച്ചു വാരിയിടും. കാരണം എനിക്കൊരു നെറ്റി കൂടുതലുണ്ടോ എന്നൊരു സംശയം എനിക്ക് എൻ്റേതായിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ പതിഞ്ഞിരിക്കുന്നത് എനിക്കിഷ്ടമല്ല. ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ കുറച്ച് കുറച്ച് വലിച്ച് വാരിയിടും. അപ്പോൾ മുടി സെറ്റ് ചെയ്തു. കുങ്കുമം തൊട്ട് കൊടുക്കാം. ഇടണത് ചെറുതായിട്ട് കുങ്കുമം തൊട്ടു. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.